الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي سيدنا ومولانا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ പണ്ഡിത സുഹൃത്തുക്കളെ, പരിശുദ്ധവും പരിപാവനവുമായ മഹത്തായ ഈ വേദിയെ ധന്യമാക്കുന്ന പ്രിയങ്കരായ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, കാരുണ്യവാനായ കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യത്തിന്റെ മലായികത്തുകളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ ഈ വൈജ്ഞാനിക വേദിയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ നിരവധി നിഅമത്തുകൾ കൊണ്ട് നിറക്കപ്പെട്ട ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഏവരുടെയും ശാരീരികവും മാനസികവുമായ സർവ്വവിധ പ്രയാസങ്ങളും നീക്കി ദുനിയാവിലും ആഖിറത്തിലും സുഖവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രപഞ്ചത്തിന്റെ ദിഗന്ധങ്ങളിൽ പരിവർത്തനത്തിന്റെ പടഹധ്വനി മുഴക്കിയ പ്രവാചക പ്രഭു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ അക്ഷരാർത്ഥത്തിൽ അനുധാവനം ചെയ്തുകൊണ്ട് യഥാർത്ഥ മുസൽമാനായി ജീവിക്കുവാനും അവസാനം മരണസമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുൽ തൗഹീദ് ഏകദൈവ സിദ്ധാന്തത്തിന്റെ പവിത്രധന്യമായ മുദ്രാവാക്യം പലവട്ടം പരസ്യമായി ഉച്ചരിച്ച് കാമിലായ മുഅ്മിനായി മരിക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും അവിടുത്തെ കുടുംബത്തിന്റെയും ത്യാഗോജ്വലമായ ത്യാഗനിർഭരമായ ജീവിതമാണ് ഈ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിലൂടെയും ബലിപെരുന്നാളിന്റെ സുന്ദരമായ സുദിനത്തിലൂടെയും ഒക്കെ നാം അയവിറക്കുന്നത്. 4000 ആണ്ടുകൾക്ക് മുമ്പ് ചരിത്രപ്രസിദ്ധമായ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടങ്ങളെ കൊണ്ട് ഫലഭൂയിഷ്ടമായ മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായ ബാബിലോണിയ നഗരത്തിന്റെ രുചിമാറിൽ തുറന്നു വീണു ലോകമെങ്ങും തൗഹീദിന്റെ അമരധ്വനി ഉയർത്തിയ വിശ്വ പ്രവാചകർ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ആ മഹാനുഭാവന്റെ ത്യാഗോജ്വലമായ ജീവിതം ലോകാവസാനം വരെ ജീവിക്കുന്ന മുഴുവൻ വിശ്വാസികൾക്കും മാതൃകയാകണം. ആ വിശ്വാസികളിലൂടെ ലോകാവസാനം വരെ മഹാനായ പ്രവാചകവര്യരുടെ മാതൃകായോഗ്യമായ ജീവിതം അനുധാവനം ചെയ്യപ്പെടണം, അത് ലോകമെങ്ങും മുഴങ്ങണം എന്ന അള്ളാഹുവിന്റെ മഹത്തായ ഉദ്ദേശമാണ് തീർച്ചയായും ഈ മഹത്തായ കർമ്മങ്ങളിലൂടെ എല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. എല്ലാവർക്കും അറിയുന്നതുപോലെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം ഉടനീളം ത്യാഗനിർഭരമായിരുന്നു, പരീക്ഷണങ്ങളുടെ വേലിയേറ്റങ്ങൾ നിറഞ്ഞതായിരുന്നു, അടിക്കടിയുള്ള നിരന്തര പരീക്ഷണങ്ങളേറ്റ് കൊണ്ടായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതം. അവിടുന്ന് ജനിച്ചു വീണത് വിഗ്രഹാരാധകനായ നമ്രൂദ് രാജാവിന്റെ നാട്ടിലാണ്. വിഗ്രഹാരാധകർ താമസിക്കുന്ന, വിഗ്രഹാരാധകർ ഭരിക്കുന്ന, വിഗ്രഹാരാധകരാൽ നിറഞ്ഞ ഒരു വിഭാഗത്തിനിടയിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തുറന്നു വീഴുകയാണ്. ചെറുപ്പത്തിൽ തന്നെ ജനങ്ങളുടെ ഈ അന്ധമായ യാതൊരടിസ്ഥാനവുമില്ലാത്ത വിശ്വാസത്തിനെതിരെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പ്രതികരിക്കുകയുണ്ടായി. തന്റെ പിതൃവ്യനായ ആദരനോട് ആദ്യമായി മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഈ അർത്ഥശൂന്യമായ നടപടിക്കെതിരെ അതിശക്തമായി രംഗത്ത് വരികയുണ്ടായി. ചരിത്രം വളരെ സുദീർഘമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കഥ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ ഭാഗത്തേക്കൊന്നും ഇപ്പോൾ കടക്കാൻ സമയമില്ല. അതേസമയം നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ആ വിഗ്രഹാരാധകരുടെ നാട്ടിൽ, വിഗ്രഹാരാധകനായ നമ്രൂദ് രാജാവിന്റെ നാട്ടിൽ, വിഗ്രഹാരാധകരായ നമ്രൂദിന്റെ കൊട്ടാരത്തിൽ പോലും കടന്നു ചെന്നു ഏകദൈവ സിദ്ധാന്തത്തിന്റെ പവിത്രധന്യമായ മുദ്രാവാക്യം ഉറക്കെ പ്രഖ്യാപിച്ച ആദർശശാലിയായ ധീരനായൊരു പ്രവാചകനായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ അറിയുന്നത് പോലെ
നമ്രൂദ് രാജാവിന്റെ അധികാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെന്ന് അവന്റെ ഭൗതിക ശക്തിയുടെ കരിങ്കൽ ഭിത്തികളാൽ പടുത്തുയർത്തപ്പെട്ട കോട്ടകൊത്തളങ്ങളെ കിടുമിരാതിറപ്പിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഏകദൈവ സിദ്ധാന്തത്തിന്റെ പവിത്രധന്യമായ വാക്യം പ്രഖ്യാപിക്കണം. ആ മഹാനായ പ്രവാചകനെതിരെ ഈ ഭൗതിക ലോകത്ത് നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് ഒരുക്കിയത്. അഗ്നികുണ്ഡത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന മഹാമനുഷ്യനെ തീയിലിട്ട് കരിക്കുക എന്ന ക്രൂരമായ ഒരു ശിക്ഷ. പക്ഷേ ചരിത്രം പരിശോധിക്കുമ്പോൾ അത്യത്ഭുതകരമായ രംഗങ്ങളാണ് അവിടെ അരങ്ങേറിയത്. അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് അവന്റെ സന്ദേശം സ്വീകരിച്ച് ആ സൃഷ്ടാവായ തമ്പുരാനെ ലോകത്തിനു മുമ്പിൽ പരിചയപ്പെടുത്തിയതിന്റെ പേരിൽ നമ്രൂദിന്റെയും കിങ്കരന്മാരുടെയും എല്ലാവിധത്തിലുള്ള കുതന്ത്രങ്ങളിൽ നിന്ന് അവരൊരുക്കിയ അതിതീക്ഷ്ണമായ പരീക്ഷണങ്ങളിൽ നിന്നും അതിഭയങ്കരമായ ശിക്ഷയിൽ നിന്നും ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നത് പോലെ ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, നാം പറഞ്ഞു തീയിന് ചൂട് നൽകുന്നവൻ അല്ലാഹുവാണ്, തീയിന് കരിക്കാനുള്ള കഴിവ് നൽകുന്നവൻ അല്ലാഹുവാണ്. അതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ സാധാരണ പ്രകൃതി നിയമത്തിനെതിരായി കഠിനമായി കത്തിയാളുന്ന തീയിലേക്ക് എറിയപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ ഒരു രോമത്തിന് പോലും പോറലേൽക്കാതെ സുസ്മേരവദനായി പുഞ്ചിരികൊണ്ട് അഗ്നികുണ്ഡത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന രംഗമാണ് നമ്രൂദിനും കിങ്കരന്മാർക്കും കാണാൻ കഴിഞ്ഞത്. അല്ലാഹു തആല പറയുകയാണ് ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, അല്ലയോ അഗ്നി ഇബ്രാഹിം നബിക്ക് നീ ഒരു ശാന്തിയാകണം, സമാധാനമാകണം, ശീതള ഛായയാകണം. ചൂട് പ്രകൃതിയാവുള്ള തീയുടെ ചൂട് അള്ളാഹു ഇല്ലാതാക്കുകയായിരുന്നു, കരിക്കാനുള്ള കഴിവിനെ അള്ളാഹു നഷ്ടപ്പെടുത്തുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മെപ്പോലെ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശരീരം ഇലക്ട്രോണുകളാലും പ്രോട്ടോണുകളാലും ന്യൂട്രോണുകളാലും നിർമ്മിക്കപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കോശങ്ങൾ, ആ കോശങ്ങൾക്ക് ഒരു പോറലുമേറ്റില്ല. ഹൈഡ്രജനും ഓക്സിജനും നമുക്കൊക്കെ അറിയുന്നത് പോലെ തീ കത്തുക എന്ന് പറയുന്നത് അത്ഭുതകരമായ ഒരു സംവിധാനമാണ്, അത്ഭുതകരമായ ഒരു ശാസ്ത്രീയ പ്രവർത്തനമാണ്. പക്ഷേ സാധാരണ നിലയിൽ നടക്കുന്ന ഒരു പ്രവർത്തനം അവിടെ നടന്നില്ല. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഒരു രോഗത്തിന് പോലും പോറലേറ്റില്ല. നമ്രൂദിന്റെ അഗ്നികുണ്ഡത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഇബ്രാഹിം അലൈഹിസ്സലാം പിന്നെ അവിടെ നിൽക്കാൻ കൂട്ടാക്കിയില്ല, അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതിനിടയിൽ പല സംഭവങ്ങളും ഉണ്ടായി. ശാസ്ത്രീയമായ രീതിയിൽ ബുദ്ധിപരമായ സമീപനത്തിലൂടെ ആ ജനവിഭാഗത്തെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഴിവിന്റെ പരമാവധി കഠിനമായി യത്നിച്ചു. ഖുർആൻ പറയുന്നുണ്ട് വകദാലിക നുരീ ഇബ്രാഹിമ മലകൂത സ്സമാവാതി വൽ അർദ് വലിയകൂന മിനൽ മൂഖിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം ആകാശഭൂമികളുടെ മഹത്തായ ആധിപത്യം ഇബ്രാഹിം അലൈഹിസ്സലാമിന് കാണിച്ചു കൊടുത്തു. എന്തിനു വേണ്ടിയാണ്? അദ്ദേഹം ദൃഢവിശ്വാസികളിൽപ്പെട്ട ആളായിരിക്കാൻ. തുടർന്നുകൊണ്ട് ഖുർആൻ പറയുന്നുണ്ട് ഫലമ്മാ ജന്ന അലൈഹി ലൈലു റആ കൗകബൻ ഖാല ഹാദാ റബ്ബി ഫലമ്മാ അഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ. ഒരു ദിവസം രാത്രി സമയത്ത് നീലാകാശത്തിന്റെ നീലിമയിൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നോക്കി ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു ഫലമ്മാ ജന്ന അലൈഹി ലൈലു റആ കൗകബൻ. രാത്രി ഇങ്ങനെ ഇരുട്ട് വ്യാപിച്ചപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു നക്ഷത്രം കണ്ടു. ആ സമയത്ത് പറഞ്ഞു ഖാല ഹാദാ റബ്ബി, ഇതാണ് എന്റെ രക്ഷിതാവ്. ഫലമ്മാ അഫല, കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആ നക്ഷത്രം അസ്തമിച്ചുപോയി. ആ സമയം ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു ലാ ഉഹിബ്ബുൽ ആഫിലീൻ, ഈ അസ്തമിച്ചു പോകുന്ന വസ്തുക്കളെയൊന്നും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഇത് ആരാധനയ്ക്ക് അർഹനല്ല എന്ന് പറഞ്ഞ് ഇബ്രാഹിം അലൈഹിസ്സലാം അതിൽ നിന്ന് പിന്തിരിയുകയാണ്. فلما رأى القمر بازغا قال هذا ربي فلما أفل قال لئن لم يهدني ربي لأكونن من القوم الضالين. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം മറ്റൊരു ദിവസം രാത്രി നോക്കുമ്പോൾ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നു. അപ്പോഴും ജനങ്ങളെ സാക്ഷി നിർത്തി പറഞ്ഞു ഖാല ഹാദാ റബ്ബി, ഇതാണ് എന്റെ രക്ഷിതാവ്. യഥാർത്ഥത്തിൽ ഹൃദയാന്തരാളത്തിൽ വിശ്വാസമുണ്ടായിട്ടല്ല, മറിച്ച് തികച്ചും യുക്തിശൂന്യമായ ആരാധനാകർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജനവിഭാഗത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, അവരുടെ ആശയത്തിന്റെ കൊള്ളത്തരം തുറന്നു കാണിക്കാൻ ഇബ്രാഹിം അലൈഹിസ്സലാം സ്വീകരിച്ച മാർഗമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ചന്ദ്രന് അസ്തമിച്ചുപോയി. ആ മഹാനായ പ്രവാചകൻ പറഞ്ഞു ഖാല ലഇൻ ലം യഹ്ദിനി റബ്ബി, എന്റെ രക്ഷിതാവ് എനിക്ക് മാർഗദർശനം നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ ലഅകൂനന്ന മിനൽ ഖൗമിൽ ളാലീൻ, ഞാൻ വഴിപിഴച്ചവരിൽ പെട്ടുപോവുക തന്നെ ചെയ്യുമായിരുന്നു. വീണ്ടും
ദിവസം പകൽ സമയത്ത് കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനെ നോക്കി ഫലമ്മാ റഅശംസ ബാസിഖതൻ ഖാല ഹാദാ റബ്ബി ഹാദാ അക്ബർ ഫലമ്മാ ഖലത് ഖാല യാ ഖൗമി ഇന്നി ബരീഉൻ മിമ്മാ തുശ്രികൂൻ. നീലാകാശത്തിന്റെ നീലിമയിൽ പ്രഭവരത്തി കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യഗോളം ഈ പ്രവിശാലമായ പ്രപഞ്ചത്തിന് മുഴുവനും വെളിച്ചവും ചൂടും പകർന്നു നൽകുന്ന സൂര്യൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം ഇന്ന് എത്രയോ കോടിക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്നുകൊണ്ട് കത്തിജ്വലിക്കുന്ന ആ സൂര്യനിൽ നിന്ന് പുറത്തേക്ക് നിർഗളിക്കുന്ന ചൂടും പ്രകാശവും എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. ആ സൂര്യനെ നോക്കിയിട്ട് ഫലമ്മാ റഅശംസ സൂര്യനിങ്ങനെ ഉദിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു ഖാല ഹാദാ റബ്ബി, ഇതാണ് എന്റെ രക്ഷിതാവ്. ഹാദാ അക്ബർ, നേരത്തെ ആരാധിച്ചിരുന്ന നക്ഷത്രങ്ങളെക്കാളും ചന്ദ്രനേക്കാളും കാഴ്ചയിൽ എത്രയോ വലുതാണ്. ഫലമ്മാ അഫലത്ത്, കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ അതും കാണാനില്ല, അസ്തമിച്ചു പോയിരിക്കുന്നു. ആ സൂര്യൻ അസ്തമിച്ചപ്പോ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു ഖാല യാ ഖൗമി ഇന്നി ബരീഉൻ മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ പങ്കുചേർക്കുന്ന എല്ലാ വസ്തുക്കളിൽ നിന്നും ഞാനിതാ ഒഴിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം അവരെ തന്ത്രപരമായി തൗഹീദിന്റെ ഉന്നതമായ ആശയത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. എന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രികീൻ. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർള, അനന്തവിശാലമായ നീലാംബരത്തെയും മറ്റുമില്ലാത്ത ആഴിയെയും അനന്തകോടി ഗോളങ്ങളെയും താരാപഥങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന രാജാധിരാജനായ റബ്ബിന്റെ മുമ്പിൽ ഞാനിതാ സാഷ്ടാംഗം ചെയ്യുന്നു, എന്റെ മുഖം ഞാനിതാ നേരിടിച്ചിരിക്കുന്നു. ഹനീഫൻ വമാ അന മിനൽ മുശ്രികീൻ, ആ മാർഗത്തിലേക്ക് ചൊവ്വായവനായ ഞാൻ അല്ലാഹുവിൽ ഒന്നിനെയും പങ്കുചേർക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ വിശ്വാസം തന്ത്രപരമായി യുക്തിഭദ്രമായ മാർഗത്തിലൂടെ ജനങ്ങൾക്ക് ഇട്ടുകൊടുക്കുകയായിരുന്നു. പക്ഷേ എന്നിട്ടും അധികം ആളുകളൊന്നും സ്വീകരിക്കാൻ തയ്യാറായില്ല. അവസാനം ഇബ്രാഹിം അലൈഹിസ്സലാം താൻ ജനിച്ചു വളർന്ന ബാബിലോണിയയിൽ നിന്ന് ഇറാഖിൽ നിന്ന് ഷാമിലേക്ക് പലായനം ചെയ്യുകയാണ്. സഹോദരപുത്രനായ ലൂത്ത് അലൈഹിസ്സലാമിനെയും കൂട്ടി. ആ സമയത്ത് ജീവിതത്തിന്റെ സാഹചര്യത്തിൽ നിൽക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമിന് വല്ലാത്തൊരു പ്രയാസം, വല്ലാത്തൊരു ദുഃഖം എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? ഒരു കുഞ്ഞിക്കാൽ കാണാനുള്ള സൗഭാഗ്യം അതുവരെയും ഉണ്ടായില്ല. എല്ലാ സമയത്തും അല്ലാഹുവിനോട് ദുആ ചെയ്ത് പറച്ചവരെ, ഞാൻ ഏറ്റെടുത്ത് നടത്തുന്ന ഈ ദൗത്യം തുടർന്ന് നടത്താൻ എനിക്ക് സ്വാലിഹായ ഒരു സന്താനത്തെ നൽകി, ഒരു പിൻഗാമിയെ നൽകി എന്ന് നീ സഹായിക്കണേ നാഥ. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ത്യാഗനിർഭരമായ പ്രാർത്ഥന, ഭക്തിനിർഭരമായ പ്രാർത്ഥന, സദാ സമയത്തും അല്ലാഹുവിനോട് ദുആ ചെയ്തു റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. അല്ലാഹുവേ, എനിക്ക് സ്വാലിഹായ ഒരു സന്താനത്തെ നൽകണേ അല്ലാഹ്, സ്വാലിഹായ ഒരു സന്താനത്തെ നൽകണേ അല്ലാഹ്. ഒരൊറ്റ ദിവസം കൊണ്ട് പ്രാർത്ഥന മതിയാക്കിയില്ല പ്രിയപ്പെട്ടവരെ. ദുആ, പ്രാർത്ഥന എന്ന് പറയുന്നത് അതിന് വലിയ അർത്ഥതലങ്ങളുണ്ട്. അല്ലാഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു അമലാണ് പ്രാർത്ഥന, ദുആ എന്നുള്ളത്. ഒരടിമ അല്ലാഹുവിനോട് ചോദിക്കുന്നിടത്തോളം അല്ലാഹുവിന് സന്തോഷമാണ്. സൃഷ്ടികളിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാണ് സൃഷ്ടാവായ റബ്ബ്. സൃഷ്ടികളായ ആളുകളോട് നാം ഒരു കാര്യം ഒരു പ്രാവശ്യം ചോദിച്ചാൽ ചിലപ്പോൾ നല്ല മനസ്സാണെങ്കിൽ തന്നിരിക്കും, വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അല്ലേ? രണ്ടാമത് വീണ്ടും അയാളൊരു സഹായാഭ്യർത്ഥനയുമായി ചെല്ലുമ്പോ ആദ്യത്തെ മുഖപ്രസന്നത ഉണ്ടായിക്കൊള്ളണമെന്നില്ല, മുഖം അല്പം ചുളിയും. എന്നാലും കുറച്ച് വിശാലതയുള്ളവരാണെങ്കിൽ ഇടങ്ങേറെ ശല്യം പൊയ്ക്കോട്ടെ എന്ന് കരുതി രണ്ടാമതും തന്നിരിക്കും. പക്ഷേ മൂന്നാമത് നമ്മൾ ആവർത്തിച്ചാലോ പിന്നെ സ്വഭാവം മാറും. അതാണ് സൃഷ്ടികളുടെ സ്വഭാവം. പക്ഷേ സൃഷ്ടാവായ തമ്പുരാൻ അങ്ങനെയല്ല. നാം അല്ലാഹുവിനോട് ചോദിക്കുന്തോറും, അവന്റെ കവാടത്തിൽ മുട്ടുന്തോറും അല്ലാഹുവിന് ഇഷ്ടമാണ്, ആഗ്രഹമാണ്, സന്തോഷമാണ് തന്റെ അടിമ തന്നിലേക്ക് ഇതാ വന്നിരിക്കുന്നു എന്ന ആ ഒരു സന്തോഷം അല്ലാഹുവിനുണ്ടാകും. അവന്റെ പ്രാർത്ഥനയ്ക്ക് ആ സമയത്ത് ഉത്തരം ലഭിച്ചാലും ഇല്ലെങ്കിലും അല്ലാഹു അതിന് ഇജാബത്ത് നൽകുന്നത് 3 രീതിയിലാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഒരുപക്ഷെ അവൻ ചോദിക്കുന്ന കാര്യം, ആ ചോദ്യത്തിന്റെ നിബന്ധനകളെല്ലാം ഒത്തുവന്നാൽ അവനത് സാധിച്ചു എന്നിരിക്കും. രണ്ടാമതൊരു പക്ഷേ ആ കാര്യം അവന് സാധിച്ചില്ലെങ്കിലും അവന്റെ പ്രാർത്ഥന കാരണമായി ഒരുപക്ഷെ അവന് വന്നുപെടാവുന്ന വലിയ ഏതെങ്കിലും ആപത്ത് മുസീബത്തുകളിൽ നിന്ന് അല്ലാഹു അവന് വിധിച്ച ശർറിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തിയേക്കാം. രണ്ടുമില്ലെങ്കിലോ നാളെ പാരത്രിക ലോകത്ത് എന്തായാലും അവൻ ചെയ്ത പ്രാർത്ഥനയുടെ പരിണിത ഫലം, അതിന്റെ പ്രതിഫലം അല്ലാഹു തആല അവിടെ ഒരുക്കി വെച്ചിരിക്കും. അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ വഴിഞ്ഞൊഴുകുന്ന സ്വർഗീയ ലോകം അവന് സംഭാവനയായി ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ദുആക്ക് ധാരാളം നിബന്ധനകളുണ്ട്. ഇജാബത്ത് കിട്ടാൻ ധാരാളം സമയങ്ങളുണ്ട്, സ്ഥലങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സുദിനമാണ് ഇന്ന് അറഫാ സുദിനം. എല്ലാവർക്കും അറിയാം.
അറഫാദിനും ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന ദിവസങ്ങളിൽ സമയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല ഈ ദിവസത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മെല്ലാം ഖബൂൽ ചെയ്യുമാറാവട്ടെ. പരിശുദ്ധമായ അറഫ മൈതാനിയിൽ നിന്ന് തന്നെ ഈ പരിപാവനമായ ഭക്തിസാന്ദ്രമായ ഈ ദിവസത്തിൽ അൽഹംദുലില്ലാഹ് നമുക്ക് പ്രാർത്ഥനയും ഉന്നതമായ മജ്ലിസും ഒക്കെ നമുക്ക് ലഭിച്ചു. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല നമ്മെല്ലാം ഖബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പ്രാർത്ഥിച്ചു ഇബ്രാഹിം അലൈഹിസ്സലാം. നിരന്തരമായി അല്ലാഹുവിനോട് താടുകയാണ് അപേക്ഷിച്ചു. അല്ലാഹുവേ, എനിക്ക് സ്വാലിഹായ ഒരു സന്താനത്തെ നൽകണേ നാഥ, എനിക്ക് സ്വാലിഹായ ഒരു സന്താനത്തെ നൽകണേ നാഥ. അല്ലാഹു തആല ഏറെ നാളത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം അതിനുത്തരം നൽകി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുത്തരം നൽകി. എന്താ അല്ലാഹുവിന്റെ മറുപടി എന്നറിയുമോ? ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. സഹനശീലനായ ഒരു കുട്ടിയെ കൊണ്ട് അദ്ദേഹത്തിന് നാം സന്തോഷവാർത്ത അറിയിച്ചു. ഹലീമായ കുട്ടി, സഹനശീലമുള്ള. ബലിപെരുന്നാളിന്റെ സന്ദേശം നമുക്കൊക്കെ അറിയാം. അള്ളാഹുവിന്റെ മുമ്പിൽ എല്ലാം സമർപ്പിക്കാനുള്ള ത്യാഗസന്നദ്ധത. നാം അള്ളാഹുവിനുള്ളവരാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതാണല്ലോ നാം 5 നേരം നടത്തുന്ന പ്രാർത്ഥന. ഇന്ന സ്വലാത്തി, എന്റെ നിസ്കാരം, വനുസുകി, എന്റെ മറ്റാരാധനകൾ, വമഹ്യായ, എന്റെ ജീവിതം, വമമാതി, എന്റെ മരണം, ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക പരിപാലകരായ റബ്ബിനുള്ളതാണ്. ഈ പ്രാർത്ഥന യാഥാർത്ഥ്യബോധത്തോടുകൂടിയാണോ നാം പറയുന്നത്? എന്റെ ശരീരം, എന്റെ സിരകളിലൂടെ ഓടുന്ന എന്റെ രക്തവും എന്റെ രജ്ജയും എന്റെ മാംസവും, അള്ളാഹു എനിക്ക് തന്നിട്ടുള്ള ഈ ശരീരം, ഭൗതികമായ അനുഗ്രഹങ്ങൾ, എന്തെല്ലാം സൗകര്യങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹുവിന് അവകാശപ്പെട്ടതാണ്. എല്ലാം അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹു ചോദിച്ചാൽ എല്ലാം തിരിച്ചു കൊടുക്കേണ്ടതാണ്. എല്ലാം റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കാനുള്ള ആത്മസമർപ്പണത്തിന്റെ ഉന്നതമായ മനസ്സ്. അതാണ് പരിശുദ്ധമായ ഈദുൽ അദ്ഹയുടെ സന്ദേശം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ജീവിതം ചരിത്രത്തിൽ കാണാം. വലിയ സമ്പന്നനായിരുന്നു. ധാരാളം ഒട്ടകങ്ങളും ആടുകളും ഒക്കെ ഇബ്രാഹിം നബിക്കുണ്ടായിരുന്നു. അല്ലാഹു തആല ഒരിക്കൽ മഹാനവർകളെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ധാരാളം പരീക്ഷണങ്ങൾക്കിടയിൽ ഒരു പരിശോധന. എന്താ? മഹാനായ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ഒരു സാധുവായ ഫഖീറിന്റെ വേഷത്തിൽ, ഒരു സാധാരണ മനുഷ്യന്റെ വേഷത്തിൽ വന്നിട്ടൊരു ചോദിച്ചു, നിങ്ങൾക്ക് ധാരാളം സമ്പത്തുണ്ടല്ലോ, ധാരാളം ഒട്ടകങ്ങളും ആടുകളും ഒക്കെ നിങ്ങളുടെ ചെരുവിൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. ഇതിൽ നിന്ന് ഒരു ആടിനെ അല്ലെങ്കിൽ ഒരു ഒട്ടകത്തെ, ഒരു മാടിനെ എനിക്ക് തരുമോ? ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, പിന്നെന്താ, തരാമല്ലോ. നിങ്ങൾക്ക് ഏതിനെയാണ് ആവശ്യമുള്ളതെങ്കിൽ നിങ്ങൾ പിടിച്ചെടുത്തോ. പക്ഷേ നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യുമോ? എന്താ ഉപകാരം ഇബ്രാഹിം നബി ആവശ്യപ്പെട്ടതെന്നറിയുമോ? സൃഷ്ടികർത്താവായ പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ ആ ജലാലത്തിന്റെ ഇസ്മ നിങ്ങളൊന്ന് എനിക്ക് ഒഴിഞ്ഞു തരുമോ? നിങ്ങളുടെ നാവിൽ നിന്ന് ആ ശബ്ദം കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് എന്നുള്ള ആ പേര്, അതൊന്ന് നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾ ഒരു ഒട്ടകം ആവശ്യപ്പെട്ടെങ്കിൽ, ഒരു മാട് ആവശ്യപ്പെട്ടെങ്കിൽ, ഒരു ആടിനെ ആവശ്യപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ 10 തരാം. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് എന്ന് പറഞ്ഞാൽ വലിയ സംഭാവനയാണ് കൊടുക്കാമെന്നേറ്റത്. വന്ന മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മ. മഹാനായ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ കനഗംഭീരമായ ശബ്ദത്തിൽ അങ്ങ് ഒഴിഞ്ഞപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാമിന് എന്തെന്നില്ലാത്ത ഒരു ഉന്മേഷം, എന്തെന്നില്ലാത്ത ഒരു ആവേശം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വിശ്വാസം സിരകളിലൂടെ, ധമനികളിലൂടെ യഥാർത്ഥ വിശ്വാസം ഓടുന്നുണ്ടോ, സഞ്ചരിക്കുന്നുണ്ടോ ഹൃദയാന്തരാളത്തിൽ? അള്ളാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസവും ഭക്തിയുമുണ്ടോ? എങ്കിൽ അള്ളാഹുവിന്റെ പേര് കേൾക്കുമ്പോൾ വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ ശരിയാകും. അവരുടെ ഹൃദയങ്ങൾക്ക് വല്ലാത്തൊരു ചാഞ്ചല്യമുണ്ടാകും. സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിം നബിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത എന്തെന്നില്ലാത്ത ഒരു ആവേശം, എന്തെന്നില്ലാത്ത ഒരു ഭക്തിയുടെ ലഹരിയിൽ ഇബ്രാഹിം നബി കൊള്ളുകയാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, എനിക്ക് ഒന്നുകൂടി ആ പേര് നിങ്ങളൊന്ന് ഉച്ചരിക്കുമോ? നിങ്ങൾക്ക് ഞാൻ 100 ഒട്ടകം തരാം. ഇനിയും നിങ്ങൾ ആവശ്യപ്പെടുന്നതൊക്കെ തരാം. ചുരുക്കി പറയട്ടെ സുഹൃത്തുക്കളെ, അല്ലാഹ് 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 എന്നുള്ള നാമം വീണ്ടും വീണ്ടും കേൾക്കാനുള്ള ആകാംക്ഷ കൊണ്ട്, ആഗ്രഹം കൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം ആവശ്യപ്പെടുന്നതിനനുസരിച്ചത് പറഞ്ഞുകൊണ്ടിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വാഗ്ദാനമനുസരിച്ച് ധാരാളമായി തനിക്കുള്ള സമ്പത്ത് ഒന്നൊന്നായി കൊടുത്തുകൊണ്ടിരുന്നു. അവസാനം എല്ലാം തീർന്നു. എന്നിട്ടും ഇബ്രാഹിം നബിക്ക് സമാധാനമാകുന്നില്ല. ഇനിയും ആ പേരൊന്ന് നിങ്ങൾ ഉച്ചരിക്കുമോ?
ഇനിയും അല്ലാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മം എനിക്ക് പറഞ്ഞു തരുമോ? അത് കേൾക്കാൻ എനിക്ക് ആഗ്രഹമാകുന്നു, എനിക്ക് കൊതിയാകുന്നു, എന്റെ ഹൃദയം വല്ലാതെ കമ്പൽ കൊള്ളുന്നു. എന്തായാലും തരാനുള്ളത് ഒന്നുമില്ല. എന്റെ ഈ ശരീരം വേണമെങ്കിൽ അങ്ങക്ക് ഞാൻ സമർപ്പിക്കാം. എന്റെ ജീവിതത്തിന്റെ അവസാനം വരെയും അങ്ങയുടെ അടിമയായ ഖാദിമായി ഞാൻ സേവനം ചെയ്തു കൊള്ളാം. സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല. ആളുകൾ അത്ഭുതപ്പെട്ടുപോയി. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, അല്ലാഹു തആല എനിക്ക് സന്താനത്തെ തന്ന് ആ സന്താനത്തെ പടച്ചറപ്പിന്റെ പ്രീതിക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ സൃഷ്ടാവായ തമ്പുരാൻ എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ അതിനും തയ്യാറാണ്. അതായിരുന്നു ഇബ്രാഹിം നബിയുടെ പ്രഖ്യാപനം. അതായിരുന്നു ഇബ്രാഹിം നബിയുടെ ഹൃദയാന്തരാളത്തിലുള്ള വിശ്വാസം. പിന്നെ അല്ലേ ആടും ഒട്ടകവുമൊക്കെ അല്ലേ? സുഹൃത്തുക്കളെ, നമ്മളൊന്ന് ആലോചിച്ചു. നമുക്കൊരു 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞാൽ വിഷമോ? 10 രൂപ കുറഞ്ഞു പോകുമല്ലോ. അല്ലേ? സംഭാവന ചെയ്യുന്നവർ ധാരാളം ഉണ്ടാകാം. അല്ലാഹു തആല എല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ, ബറക്കത്ത് നൽകുമാറാവട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയുടെ ഈ വാക്ക് അല്ലാഹു തആല അക്ഷരാർത്ഥത്തിൽ പരീക്ഷണത്തിന് വിധേയമാക്കുകയായി. ജീവിതത്തിന്റെ സായൽ സന്ധ്യയിൽ നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് ശേഷം അല്ലാഹു തആല ഒരു കുഞ്ഞിനെ നൽകി. ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം. സഹനശീലനായ ഒരു കുട്ടിയെ കൊണ്ട് അദ്ദേഹത്തിന് സന്തോഷവാർത്ത അറിയിച്ചു. സുബ്ഹാനല്ലാഹ്. എന്ത് സംഭവിച്ചു സുഹൃത്തുക്കളെ? ഫലമ്മാ ബലഗ മാഹു സഅയ ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ ഖാല യാ അബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. ഖുർആൻ പറയുകയാണ്, ഫലമ്മാ ബലഗ മാഹു സഅയ. അങ്ങനെ ആ കുട്ടി തന്നോടൊന്നിച്ച് പ്രവർത്തിക്കാനുള്ള പ്രായമെത്തിയപ്പോൾ ഓടിച്ചാടി കളിക്കുന്ന കൗമാരപ്രായത്തിലേക്ക് ആ പിഞ്ചോമന ബാലൻ കാലെടുത്തു വെച്ചപ്പോ സുബ്ഹാനല്ലാഹ്, ഏതൊരു പിതാവിന്റെയും ഹൃദയത്തിൽ വലിയ സന്തോഷം പകരുന്ന സന്ദർഭമാണ് അല്ലേ? നമ്മുടെ കൊച്ചുകുട്ടികൾ, കൊച്ചുമക്കൾ ഇങ്ങനെ വളർന്നു വരുന്ന ഓരോ രംഗവും നമ്മളിങ്ങനെ നോക്കിക്കാണുകയാണ്, സന്തോഷിക്കുകയാണ്. ഒന്നിലധികം മക്കളൊന്നും ഇവിടെയില്ല. ജീവിതത്തിന്റെ സായൻസിൽ ആറ്റുനോറ്റിരുന്ന് കിട്ടിയ ഒരു കുഞ്ഞാണ്. തലയിൽ വെച്ചാൽ പേനരിക്കും, താഴെ വെച്ചാൽ ഉറും വരിക്കുമെന്ന രീതിയിൽ സ്നേഹവാത്സല്യങ്ങളോടെ പോറ്റി വളർത്തിയ പുന്നാര മോനാണ്. ആ മോൻ തന്നോടൊപ്പം ഓടിച്ചാടി കളിക്കാനും തന്നോടൊപ്പം പ്രവർത്തിക്കാനുമുള്ള പ്രായമെത്തിക്കഴിഞ്ഞപ്പോ അല്ലാഹു തആലയുടെ ഓർഡർ വരികയാണ്. ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാം അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇതുപോലൊരു ദിൽഹിജ്ജ മാസം 8-ാം തീയതി യൗമുൽ തർവിയ, നമുക്കൊക്കെ അറിയാം, ഒരു സ്വപ്നം കാണുകയാണ്. പ്രവാചകന്മാരുടെ അമ്പിയാക്കളുടെ വഹി പല രീതിയിലാണ്. ഒരു മിനിറ്റ്. ഹലോ, അലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹി. ഞാൻ ക്ലാസ് റൂമിൽ സിറ്റിൽ എന്തേ പെട്ടെന്ന് പറയുന്നത്? എവിടെ കഴിഞ്ഞ് ഇന്ന് നോമ്പോടല്ലോ. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ ഓർഡർ വരുന്നു. എന്താ? തന്റെ പൊന്നോമന മകനെ അറുക്കാൻ ബലി നൽകാൻ അല്ലാഹുവിന്റെ ഓർഡർ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തൊരു പരീക്ഷണമാണ്! ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ ലഭിച്ച പൊന്നോമന പുത്രൻ അറുക്കാൻ മറ്റാരെങ്കിലും ഏൽപ്പിക്കാനുള്ള ഓർഡർ സ്വന്തം കരം കൊണ്ട് സ്വന്തം മകനെ. ഇബ്രാഹിം നബി ഒരു നാളിലുറങ്ങുമ്പോൾ ഇലാഹിൽ നിന്നൊരു സ്വപ്നം കാണുന്നേ. നമ്മൾ പണ്ട് പാടിപ്പറഞ്ഞ ഒരു പാട്ട് അല്ലേ? പഴയകാലത്തൊക്കെ പാട്ടിനൊക്കെ അതിന്റേതായ ഒരു മഹത്വമുണ്ടായിരുന്നു. ഇന്നിപ്പോ തട്ടിട്ടൊട്ട് എന്ന് പറഞ്ഞ തട്ടുമുട്ടുള്ള പാട്ടാണ്. കുലുങ്ങിയും കുലുക്കിയുള്ള പാട്ടുകളാണ്. പക്ഷേ പഴയകാലത്തുള്ള പാട്ടുകൾക്കൊക്കെ വലിയ അർത്ഥം ഉണ്ടായിരുന്നു. ധാരാളം ചരിത്രങ്ങൾ അതിൽ അടങ്ങിയാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വപ്നം കാണുകയാണ്. തന്റെ സ്വന്തം കരം കൊണ്ട് കുഞ്ഞിനെ ബലിയർപ്പിക്കാൻ അല്ലാഹുവിന്റെ ഓർഡർ. ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടപ്പോൾ സ്വാഭാവികമായും ഇബ്രാഹിം നബി സംശയിച്ചു, അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടാകും, കുഞ്ഞും അങ്ങനെ അറുക്കാൻ. കാത്തിരുന്നു. രണ്ടാമത്തെ ദിവസവും സ്വപ്നം ആവർത്തിക്കുകയാണ്. വീണ്ടും ആ സ്വപ്നം ആവർത്തിച്ചപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മനസ്സിലായി, ഇത് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. അങ്ങനെ അതാ സ്വപ്നം സാക്ഷാത്കരിക്കുന്നു, സ്വപ്നം ഉറപ്പിക്കുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പൊന്നുമോനെ വിളിച്ചിട്ട് പറയുന്നു, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ. എന്റെ കുഞ്ഞുമോനെ, പൊന്നുമോനെ, ഇന്നി അറാ ഫിൽ മനാമി, ഞാനിതാ സ്വപ്നത്തിൽ ദർശിക്കുന്നു, അന്നി അസ്ബഹുക, നിന്നെ അറുക്കാൻ.
നിന്നെ അറുക്കാൻ സ്വപ്നത്തിൽ കണ്ടിരിക്കുന്നു. ഫൻദുർ മാദാ തറാ, എന്താണ് നിന്റെ അഭിപ്രായം മോനെ? എന്താ അഭിപ്രായം പറഞ്ഞിട്ട് എന്താ വാപ്പ എന്ന് പറയുന്നത്? എന്നെ അറക്കാനോ? പോയി പണി നോക്കൂ എന്ന് മോൻ പറഞ്ഞാൽ അത് കേൾക്കാൻ വേണ്ടിയാണോ? അല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ മകന്റെ മനസ്സൊന്ന് പരീക്ഷിക്കുകയാണ്. കാരണം പണ്ട് താൻ അല്ലാഹുവിനോട് ദുആ ചെയ്തിരുന്നു, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ സ്വാലിഹായ ഒരു കുഞ്ഞിനെ എനിക്ക് തരണേ എന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് പടച്ച റബ്ബ് കൊടുത്ത മറുപടി എന്താണ്? ഫബശർനാഹു ബിഗുലാമിൻ ഹലീം, സഹനശീലനായ ഒരു കുഞ്ഞിനെ നാം അദ്ദേഹത്തിന് സന്തോഷ വാർത്ത അറിയിച്ചു. ഹലീമായ കുട്ടി എന്നാ ഖുർആൻ പറഞ്ഞത്. ഇവന്റെ സഹനം ഒന്ന് അളക്കണമല്ലോ, അല്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിക്കുന്നു, ഫൻദുർ മാദാ തറാ, മോനെ എന്താ നിന്റെ അഭിപ്രായം? നിന്റെ അഭിപ്രായം ഒന്ന് ആലോചിച്ചിട്ട് മറുപടി പറയണേ. രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. പൊന്നുമോൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? ഖാലയാ അബത്തി ഫഅൽ മാ തുമർ, ഖാലയാ അബത്തി ഫഅൽ മാ തുമർ, ഓ ഉപ്പ, അങ്ങയോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് അങ്ങനെ ചെയ്യുക. ഇഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്നെ ക്ഷമാശീലനിൽ അങ്ങേക്ക് കാണാൻ കഴിയും ഉപ്പ. അള്ളാഹുവിന്റെ ഒരു ഓർഡർ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടെങ്കിൽ അങ്ങ് അല്പം പോലും ശങ്കിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. ഞാനെല്ലാ നിലക്കും തയ്യാറാണ് ഉപ്പ. എന്റെ കഴുത്തിൽ അങ്ങ് കത്തിവെച്ചോളൂ, എന്നെ അറുത്തോളൂ. അള്ളാഹുവിന്റെ തൃപ്തി അങ്ങ് നോക്കിയാൽ മതി, മറ്റൊന്നും അങ്ങ് ചിന്തിക്കേണ്ടതില്ല. മകന്റെ മറുപടി പ്രിയപ്പെട്ടവരെ, ഇനിയാണ് ചരിത്രം നിറഞ്ഞടിച്ചു നിന്ന നിമിഷങ്ങൾ. ചരിത്രപ്രസിദ്ധമായ മിനാ പർവ്വതത്തിന്റെ താഴ്വരയിലേക്ക് വന്യവയോധികനായ ഇബ്രാഹിം അലൈഹിസ്സലാം ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ തനിക്ക് ലഭിച്ച പിഞ്ചോമന കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് കൈപിടിച്ചുകൊണ്ട് മിനാ പർവ്വതത്തിന്റെ താഴ്വരയിലേക്ക് നടന്നു നീങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, അന്തരീക്ഷം നിറഞ്ഞടിച്ചു നിന്ന നിമിഷമാണ്. പക്ഷിപ്പറവകളൊക്കെ ശ്വാസമടക്കി നിന്നു. ഈ പ്രതിശാലമായ പ്രപഞ്ചത്തിലെ മുഴുവൻ സൃഷ്ടിജീവജാലങ്ങളും ശ്വാസമടക്കി പിടിച്ചു. വാനലോകത്തുള്ള മലായിക്കത്തുകൾ പോലും അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹ്, ഇതെന്തൊരു രംഗമാണ് പടച്ചവനെ! ഇതാ നിന്റെ ഒരടിമ, നീ സായം സന്ധ്യയിൽ നൽകിയ സ്വന്തം കുഞ്ഞിനെ, സ്വന്തം രക്തത്തിൽ പിറന്ന പൊന്നോമനെ കത്തികൊണ്ടറുക്കാൻ പോകുന്ന രംഗം. സുബ്ഹാനല്ലാഹ്, വിശദീകരിച്ചാൽ തീരില്ല, പറയാൻ നമുക്ക് കഴിയില്ല. വാക്കുകൾ കൊണ്ട് ആ രംഗം നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല. സമയവും അവസാനിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സമയം അനുകൂലമായാൽ ഇന്ന് ഇൻഷാ അല്ലാഹ് ലൈവിന് ശേഷം നമുക്ക് ബാക്കി വിഷയങ്ങളിലേക്ക് കടക്കാമെന്ന് അറിയിച്ചുകൊണ്ട് ബലിപെരുന്നാളിന്റെ സന്ദേശം, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ത്യാഗോജ്ജലമായ ജീവിതം, അതാണ് അവിടുന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു വിശ്വാസിയായ അടിമ, ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ എങ്ങനെയാകണം, എന്താകണം എന്ന് പഠിപ്പിക്കുകയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ലോക മാനവിക ചരിത്രത്തിൽ ഇത്ര വലിയ മഹത്വമുണ്ടായത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എത്രയോ പ്രവാചകന്മാർ ലോക ചരിത്രത്തിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞതുപോലെ മറ്റാരെക്കുറിച്ചും വിശേഷിപ്പിച്ചിട്ടില്ല. കാന ഇബ്രാഹിം ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹ്. ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു സമുദായമായിരുന്നു, ഒരു വ്യക്തിയായിരുന്നില്ല, ഒരു സമുദായമായിരുന്നു. അത്രമാത്രം ത്യാഗോജ്വലമായ ജീവിതമാണ് അവിടുന്ന് കാഴ്ചവെച്ചത്. മാത്രമല്ല, ലോകത്ത് ഏറ്റവും പ്രബലരായ 3 മതവിശ്വാസികൾ ഒരുപോലെ അംഗീകരിക്കുകയും ആദരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു പ്രവാചകനാണ്. ജൂതന്മാർ പറയുന്നു, അബ്രഹാം പ്രവാചകൻ ഞങ്ങളുടെ പിതാമഹനാണ്, ഞങ്ങളുടെ ആചാര്യനാണ്, ഞങ്ങളുടെ മതത്തിന്റെ ആളാണ്. ക്രിസ്ത്യാനികളും അങ്ങനെ തന്നെ അവകാശപ്പെടുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം, അബ്രഹാം പ്രവാചകൻ ഞങ്ങളുടെ ആചാര്യനാണ്, ഞങ്ങളുടെ മതത്തിന്റെ ആളാണ്, ഞങ്ങളുടെ പിതാമഹനാണ്. ലോക മുസ്ലിങ്ങൾ വിട്ടുകൊടുക്കുന്നില്ല അവരുടെ മുമ്പിൽ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, ആ പേര് പറയുമ്പോൾ തന്നെ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികളുടെയും ചുണ്ടുകളിൽ നിന്ന് അലൈഹിസ്സലാം എന്ന ശാന്തിയുടെ സമാധാനത്തിന്റെ മന്ത്രധ്വനിയാണ് ഒഴുകിവരുന്നത്. ഖുർആൻ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞു, മാ കാന ഇബ്രാഹിം യഹൂദിയ്യൻ വലാ നസ്റാനിയ്യ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ. മാ കാന ഇബ്രാഹിം യഹൂദിയ്യൻ വലാ നസ്റാനിയ്യ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ. ജൂതന്മാർ അവകാശപ്പെടുന്നത് പോലെ ഇബ്രാഹിം അലൈഹിസ്സലാം യഹൂദിയായിരുന്നില്ല, ക്രിസ്ത്യാനികൾ അവകാശപ്പെടുന്നത് പോലെ നസ്രാനിയുമായിരുന്നില്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ, നേരായ മാർഗത്തിലൂടെ സഞ്ചരിച്ച, ഋജുവായ മാർഗത്തിലൂടെ സഞ്ചരിച്ച ഒരു ഫസ്റ്റ് ക്വാളിറ്റി മുസൽമാനായിരുന്നു, ഒന്നാം തരം മുസൽമാനായിരുന്നു. അതാണല്ലോ നേരത്തെ പറഞ്ഞത്, ഇന്നീ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രിക്കീൻ. അതാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം.
ലോകമാനവിക ചരിത്രത്തിൽ എല്ലാവരും ഒരുപോലെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു മഹാമനീഷി. ലോകാവസാനം വരെയും അവിടുത്തെ അവതാരങ്ങൾ വാഴ്ത്തിക്കപ്പെട്ടിരുന്നു. അല്ലെ, നമ്മൾ അത്തഹിയ്യാത്തോടും وبارك على محمد وعلى آل محمد وبارك على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഖുർആൻ അടിക്കടി നമ്മൾ ഉയർത്തുന്നുണ്ട്. വത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫാ, ഇബ്രാഹിം നബിയുടെ മാർഗം നിങ്ങൾ പിന്തുടരുക. പ്രിയപ്പെട്ടവരെ, അതിനെക്കുറിച്ചുള്ള വിശദമായ വിശകലനത്തിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ ലൈവിന് ശേഷം സമയവും സൗകര്യവും ഒത്തിണങ്ങിയാൽ കടക്കാമെന്ന് അറിയിച്ചുകൊണ്ട് അല്ലാഹു തആല ഈ പുണ്യ ദിവസത്തിന്റെ ഈ പരിപാവനമായ സമയത്തിന്റെ മഹത്വം പോലെ അതിന്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹു നമ്മയെല്ലാം അവന്റെ യഥാർത്ഥ മഖബൂലിയങ്ങളിലും മബ്റൂരിയങ്ങളിലും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ലൈവിൽ ന്യൂസ് വരാനുണ്ട്. അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട പാലക്കാട് മണ്ണാർക്കാട് നിന്ന് നമ്മുടെ ഷാക്കിർ ബാത്തവി അവരുടെ പ്രൗഢമായ ലൈവ് പ്രഭാഷണം വരാനുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയായ നിലയിൽ കേൾക്കാനും മനസ്സിലാക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകളെയും അല്ലാഹു അവന്റെ യഥാർത്ഥ മുത്തഖീകളിലും മുഖ്ലിസീങ്ങളിലും ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള വിഷമങ്ങളിൽ നിന്നും അല്ലാഹു സലാമത്ത് നൽകുമാറാവട്ടെ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. നമ്മുടെ ഹക്കീം ബാവ അദ്ദേഹത്തിന്റെ ഐഡിയിൽ നിന്ന് മകളെ 8 മാസം ഗർഭിണിയാണ്, പ്രത്യേകം ദുആ ചെയ്യാൻ അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ഗർഭിണിയായ ആ സഹോദരിക്കും അതുപോലെ നമ്മുടെ കൂട്ടത്തിലുള്ള ഗർഭിണികളായ സഹോദരിമാര്, നമ്മുടെ പെൺകുട്ടികൾ പലരും ഗർഭിണികളാണ്, പൂർണ്ണ ഗർഭിണികളാണ്. ഏത് സമയത്തും പ്രസവം അടുത്തിരിക്കുന്ന സാഹചര്യത്തിലുള്ള ധാരാളം ആളുകളുണ്ട് നമ്മുടെ മക്കൾ. അല്ലാഹു അവർക്കൊക്കെ സന്തോഷകരമായ സുഖപ്രസവം നൽകി സ്വാലിഹായ മക്കളെ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളിൽ നിന്നും അല്ലാഹു സലാമത്ത് നൽകുമാറാവട്ടെ. അവരെയും നമ്മെയും അല്ലാഹു അവന്റെ ഹിഫ്ളിലും റിആയത്തിലുമായി അല്ലാഹു ജീവിപ്പിക്കുമാറാവട്ടെ. അർഹമുർ റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ അവശതയേൽക്കുന്ന ആളുകൾ ധാരാളമുണ്ട്. ശാരീരികമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ ശിഫ നൽകണേ തമ്പുരാനെ, ആഫിയത്ത് നൽകണേ തമ്പുരാനെ. ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ തമ്പുരാനെ. ഗർഭസമയത്തും പ്രസവ സമയത്തും അതിനുശേഷവും അല്ലാഹുവേ എല്ലാവിധത്തിലുള്ള പൈശാചികമായ ജാലിയായ എല്ലാ ഷറുകളിൽ നിന്നും അവരെ നീ സലാമത്താക്കണേ തമ്പുരാനെ. സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമായ നാഥ, ഇന്ന് പരിശുദ്ധമായ അറഫ മൈതാനിയിൽ സമ്മേളിച്ച ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ലക്ഷക്കണക്കിന് വരുന്ന നിന്റെ ഇബാദുകളുടെ ഹഖിന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹുവേ സാധുക്കളായ ഞങ്ങളെ മുഴുവനും സ്വർഗ്ഗത്തിന്റെ അഹ്ലുകാരിൽ നീ പെടുത്തണേ തമ്പുരാനെ. സ്വലാഹിയത്തിന്റെ അഹ്ലുകാരിൽ പെടുത്തണേ തമ്പുരാനെ. മുത്തഖീകളിലും മുഖ്ലിസീങ്ങളിലും ഉൾപ്പെടുത്തണേ റഹ്മാനെ. സാധുക്കളായ ഞങ്ങളുടെയൊക്കെ ആഖിറത്തിൽ നിന്ന് നന്നാക്കി തരണേ റഹ്മാനെ. മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് പലവട്ടം പരസ്യമായി ഉച്ചരിച്ച് മരിച്ചു പോകുന്ന മുത്തഖീകളിൽ അല്ലാഹുവേ ഞങ്ങളെ എല്ലാം നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. നമ്മുടെ അബൂഖറാജി കൂട്ടായി അദ്ദേഹത്തിന്റെ ഒരു അയൽവാസി അല്പം മുമ്പ് കാറിടിച്ച് മരണപ്പെട്ടതായി അറിയിക്കുന്നു. അല്ലാഹുവേ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാനെ. ഈ പരിശുദ്ധമായ രാവിന്റെ ഹഖ് കൊണ്ട്, ഈ ദിവസത്തിന്റെ ഹഖ് കൊണ്ട്, ഈ പുണ്യ ദിവസത്തിന്റെ ഹഖ് കൊണ്ട് അല്ലാഹുവേ ആ മരണപ്പെട്ട സഹോദരനെ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ തമ്പുരാനെ. അതുപോലെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ഉസ്താദുമാരെ എല്ലാവരുടെയും ഖബറുകളെ നീ വിശാലമാക്കണേ റഹ്മാനെ. ഖബറുകളെ നീ സ്വർഗ്ഗപൂന്തോപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ ഈ ക്ലാസ് റൂമിൽ വെച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വാലിഹായ അമാലുകളുടെ പ്രതിഫലത്തിന്റെ ഒരു വിഹിതം ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും ഖബറുകളിലേക്ക് എത്തിച്ചു കൊടുത്ത് ആ ഖബറുകളെ നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ഖബറുകളെ നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ തമ്പുരാനെ. ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത രോഗങ്ങൾ നൽകി, മാരകമായ രോഗങ്ങൾ നൽകി ഞങ്ങളെ ആരെയും നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാർക്ക്, ഞങ്ങളുടെ പെൺമക്കൾക്ക്, ഞങ്ങളുടെ സന്താനങ്ങൾക്ക് നീ ആഫിയത്തും റാഹത്തും നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ സാമ്പത്തികമായ പരാധീനത കൊണ്ട് കഷ്ടപ്പെടുന്നവരുടെ നീ സന്തോഷവും റാഹത്തും നൽകണേ തമ്പുരാനെ. കടങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണേ അല്ലാഹ്. കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ജോലിയിലും കൃഷിയിലും എല്ലാ ഇടപാടുകളിലും നീ ഖൈറും ബറക്കത്തും ഏറ്റിയേറ്റ് നൽകണം തമ്പുരാനെ. വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുടെ അനുയോജ്യമായ ഭവനങ്ങൾ നൽകണേ അല്ലാഹ്. വീട് പണി നടത്തി വലിയ കടം, സാമ്പത്തിക ബാധ്യത വന്നുപെട്ടവരുണ്ട്. അല്ലാഹുവേ നീ അത്തരത്തിലുള്ള എല്ലാ കടങ്ങളിൽ നിന്ന് ഞങ്ങളെ എല്ലാം സലാമത്താക്കണേ റഹ്മാനെ. വിവാഹപ്രായത്തിൽ നിൽക്കുന്ന ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് സ്വാലിഹീങ്ങളായ ഇണകളെ നൽകണേ തമ്പുരാനെ. ഖൈറിന്റെ അഹ്ലുകാരിലേക്ക് ഞങ്ങളുടെ പെൺമക്കളെ, ഞങ്ങളുടെ സഹോദരിമാരെ നീ എത്തിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ അവരുടെ ജീവിതത്തിൽ അവർ മുറുകെ പിടിക്കുന്ന ദീനിയായ ആദർശം മരണം വരെയും നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയുന്ന സ്വാലിഹീങ്ങളായ ഭർത്താക്കന്മാരെയും ഖൈറിന്റെ അഹ്ലുകാരെയും അവർക്ക് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും ദുനിയാവിലും ആഖിറത്തിലും
ആഖിറത്തിലും നീ വിജയികളും ഉൾപ്പെടുത്തുന്ന തമ്പുരാനെ. اللهم إنا قد رفعنا إليك أيدينا داعين راغبين راجين رحمتك ولا تردنا أيدينا خائبين بمحض فضلك وجودك وكرمك يا أكرم الأكرمين ويا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة